കളമശ്ശേരി ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാനൊരു കടയിൽ, ഒരു പലവ്യഞ്ജന കടയിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചാനലിൽ ഈ വാർത്ത വരുന്നത്. അപ്പോൾ ആ കടക്കാരൻ്റെ ഒരു മുഖത്തുണ്ടായ ആ അസഹിഷ്ണുത, ഭയം, ഭീതിയൊക്കെ ഞാനിങ്ങനെ കാണുകയാണ്. ഞാനിങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ എന്തോ മറ്റേ ക്രിസ്ത്യൻ അവരങ്ങണ്ടല്ലേ എന്തോ ചോദിച്ചപ്പം പുള്ളി അല്ലല്ല, ഇത് മറ്റേ അവർ ഈ ഇസ്രായേൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ ചെയ്തതാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അത് വന്നത്. അപ്പോൾ തുടക്കത്തിൽ വന്ന മുസ്ലിങ്ങളാണ്. അപ്പം ഉടനെ ഞാൻ കണ്ടതൊക്കെ, പിന്നെ കാണുന്നത്, ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നത് കുറേ പ്രാർത്ഥനകളാണ്. അതായത് മുസ്ലിം ആകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഇനി അഥവാ അത് ചെയ്തിരുന്നത് ഒരു മുസ്ലിം ആണെന്ന് തന്നെ വയ്ക്കുക, അതിന് എന്തിനാണ് മുസ്ലിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന്? ഇപ്പോൾ ചെയ്ത ആളിനെ അതെന്താണ് നമ്മുടെ രാജ്യത്തൊരു ശിക്ഷ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ കൊടുക്കുക, ജയിലിൽ കൊണ്ടുവരും. അതിനിപ്പോൾ എന്താ മുസ്ലിങ്ങൾക്ക് എന്താണ് അതിൻ്റെ അത്ര റോള്? ഒരു റോളും ഇല്ല. അപ്പം മാത്രമല്ല, ഈ മുസ്ലിങ്ങൾ ആകരുതെന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അതൊരു ക്രിസ്ത്യൻ ആകരുതെന്നോ ഒരു ഹിന്ദു ആകരുതെന്നോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനാകരുതെന്നോ ഒരു പുലയനാകരുതെന്നോ ആരും പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ ആണെങ്കിൽ തന്നെ എന്താ, മുസ്ലിം ആണെങ്കിൽ എന്താ, അത് അയാളൊരു കുറ്റം ചെയ്തു, ഒരു രാജ്യത്തോടെ കുറ്റം ചെയ്തു, നമ്മളെന്തിനാ അപ്പോളജറ്റിക് ആവുന്ന കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ഉത്തരവാദിത്വമല്ലെന്ന്. ഇപ്പം മുസ്ലിങ്ങൾക്ക് ഇവിടെ അധിക ബാധ്യത ഒന്നുമില്ലെന്ന് ഇന്ത്യ പൗരനായിട്ട് ചെയ്യാനായിട്ട്. എല്ലാവർക്കും നമ്മളെല്ലാം പൗരരാണ്. ഇന്ത്യൻ പൗര സമൂഹം നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് അവകാശങ്ങളുള്ള പോലെ തന്നെ ഉത്തരവാദിത്തങ്ങളുണ്ട്.